പ്രശാന്തേട്ട, മഹാരാഷ്ട്രയിൽ വലിയ വിജയമാണ് ബി.ജെ.പി സ്വന്തമാക്കിയത്. ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള മഹായുദ്ധി സഖ്യവും വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കോൺഗ്രസ്സെല്ലാം ഞെട്ടിയിരിക്കുകയാണ്. ഇതെങ്ങനെയാണ്, എവിടെ കൂടിയാണ് വോട്ട് മറിഞ്ഞത് എന്ന രീതിയിൽ. പ്രത്യേകിച്ച് നമ്മുടെ രമേശ് ചെന്നിത്തല അദ്ദേഹം പറയുന്നത് തങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയവരെ നിശ്ചയിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി ആരെന്ന ചർച്ചയിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോൾ ശിവസേനയെ മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യം അനുസരിച്ച് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്തായാലും ബി.ജെ.പിയിൽ നിന്നുള്ള ഫഡ്നാവിസാണ്. അത്രയ്ക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. 150-ലധികം സീറ്റ് മത്സരിച്ചപ്പോൾ 132 സീറ്റും നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് മുൻപോട്ടുള്ള ചർച്ചകൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മാധ്യമങ്ങൾ പറയുന്നുണ്ട് ശിവസേന ആർഗ്യ ചെയ്യുന്നൊക്കെ, പക്ഷേ അതൊന്നും വലിയ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒന്നാമത്തെ കേവല ഭൂരിപക്ഷം അവർക്ക് കേവല ഭൂരിപക്ഷമല്ല, 3/2 ഭൂരിപക്ഷമുണ്ട്. അതിനകത്ത് ബി.ജെ.പിക്ക് ഏതാണ്ട് 135 ഓളം സീറ്റിൽ ബി.ജെ.പി ജയിച്ചിട്ടുണ്ട്. പിന്നെ 10-56 സീറ്റുള്ള ശിവസേന ഇപ്പം അതിനകത്ത് മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുമോ എന്ന് ചോദിച്ചാൽ അത് അവരാവശ്യപ്പെടാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഫഡ്നാവിസ് മുഖ്യമന്ത്രി ആവട്ടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മാറി നിന്നിട്ട് ശിവസേനയെ മുഖ്യമന്ത്രി ആക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. അതിനകത്ത് 2 കാര്യമുണ്ട്. ഉദ്ധവ് താക്കറെക്കിട്ടുള്ള ഒരു താങ്ങൂടായിരുന്നു. കാരണം ഇതിനകത്ത് ഫഡ്നാവിസ് ഇപ്പം അവിടുത്തെ നേതാവായിട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അജയ്യനായിട്ട് നിൽക്കുമ്പം, ഈ എല്ലാവരും ചർച്ച ചെയ്യുമ്പം ഫഡ്നാവിസ് അങ്ങനെ ആവാൻ കാരണം RSS ആണ്. ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ 2014 ആദ്യമായിട്ട് അവിടെ ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാകുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു 124 സീറ്റ് ഉണ്ടായിരുന്നു. ശിവസേനയ്ക്ക് 62 സീറ്റും ഉണ്ടായിരുന്നു. ഈ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിനകത്ത്, ബി.ജെ.പി രാഷ്ട്രീയത്തിനകത്തും ശിവസേന രാഷ്ട്രീയത്തിനകത്ത് നമ്മൾ പുറകോട്ട് പരിശോധിക്കുമ്പോൾ വലിയൊരു കഥയുണ്ട്. കാരണം ഒന്നുമല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു ഈ ബി.ജെ.പിയുടെ. ഈ ഒന്നുമല്ലാത്തൊരു കാലത്ത് ഉദ്ധവ് താക്കറെ എന്ന് പറയുന്ന ആൾ ആ സമയത്തും ബി.ജെ.പിയുടെ കൂടെയും ദേശീയതയുടെ കൂടെയും നിന്ന് ബി.ജെ.പിക്ക് അനുകൂലമായിട്ട് നിന്ന്. കാരണം നാളെ കാലത്തെ ബി.ജെ.പി എന്താകുമെന്ന് പോലും അറിയാത്തൊരു അവസരത്തിൽ വേണ്ട സപ്പോർട്ട് RSSനും ബി.ജെ.പിക്കും കൊടുത്തു നിന്ന ഒരു നേതാവായിരുന്നു ഉദ്ധവ് താക്കറെ. ദേശീയതയ്ക്കും ബി.ജെ.പിയുടെയും RSSൻ്റെയും ഈ അവരുടെ രാഷ്ട്രീയത്തിന് അവരെക്കാട്ടി കൂടുതൽ ശക്തി കൊടുത്തിരുന്ന ഒരു നേതാവ്. പിതാവുണ്ട് ബാൽ താക്കറെ. ബാൽ താക്കറെയാണ് ഞാൻ പറഞ്ഞത്, ഉദ്ധവ് താക്കറെ അല്ല. ഉദ്ധവ് താക്കറെ എന്നില്ല, സോറി ക്ഷമിക്കണം, ഉദ്ധവ് താക്കറെ ഇല്ല, ബാൽ താക്കറെ. ഉദ്ധവ് താക്കറെ രാഷ്ട്രീയത്തിൽ അത്ര ഈ പരിചയസമ്പന്നനല്ലല്ലോ. ബാൽ താക്കറയുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. അപ്പം മാത്രമല്ല, പിന്നെ പഞ്ചാബിൽ ശിവരി അകാലിദൾ എന്ന് പറഞ്ഞവർ, ഇവർ രണ്ടുമായിരുന്നു ആദ്യമായിട്ട് ഈ ബി.ജെ.പിയുടെ ഭാഗമായിട്ട്. അപ്പം അവിടുത്തെ ഈ ബി.ജെ.പിക്ക് ഒരു അപ്രമാദിത്യം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ശിവസേനയെ പരിഗണിക്കേണ്ട, അല്ലെങ്കിൽ ശിവസേനയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട, അല്ലെങ്കിൽ ശിവസേനയുടെ അഭിപ്രായം കേൾക്കേണ്ട എന്നുള്ള രീതി വരുന്നതിനകത്തോട്ട് RSSന് അത്ര താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വരികയും ബി.ജെ.പി ഒറ്റയ്ക്ക് മഹാരാഷ്ട്ര പിടിച്ചടക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പം അവിടുത്തെ ഈ കോർപ്പറേഷനിലും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി താഴെത്തട്ടിലെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു ആധിപത്യം ബി.ജെ.പി അല്ലെങ്കിൽ ബി.ജെ.പി പറയുന്നത് കേട്ടാൽ മതി എന്നുള്ള രീതിയിലേക്ക് ശിവസേന ഒരു 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളുന്ന ഒരു രീതിയിലായിരുന്നു ഫഡ്നാവിസിൻ്റെ ഒരു നീക്കവും കാര്യങ്ങൾ. ഒരുപക്ഷെ ഫഡ്നാവിസിൻ്റെ തീരുമാനമായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നേതാക്കന്മാരുടെ സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം വീണ്ടും അധികാരത്തിൽ വരാൻ പറ്റുന്ന ഒരു പാർട്ടിക്ക് 105 സീറ്റോടുകൂടി അധികാരത്തിൽ വരികയും അന്നും ശിവസേനയുമായിട്ടുള്ള സഖ്യം 56 സീറ്റുണ്ടായിരുന്നു. അപ്പോൾ ശിവസേന കടുംപിടുത്തം പിടിച്ചു. കാരണം അവർക്ക് മനസ്സിലായി കേവല ഭൂരിപക്ഷത്തിന് ഏതാണ്ട് വീണ്ടും 10-50 സീറ്റിനകത്തൂടെ വേണം, അല്ലെങ്കിൽ 10-40 സീറ്റിനകത്തൂടെ വേണം. അപ്പം ബാക്കി ഈ 3 ശിവസേനയും ശരത് പവാറിൻ്റെ നമ്മളീ പറഞ്ഞ NCPയും കോൺഗ്രസും കൂടെ കൂടുമ്പോൾ കേവല ഭൂരിപക്ഷം ആവുന്നൊരവസ്ഥ. മാത്രവുമല്ല, മഹാരാഷ്ട്ര പോലൊരു സംസ്ഥാനത്ത് എങ്ങനെയും ഭരണം പിടിക്കണം, അല്ലെങ്കിൽ ഭരണം കൊണ്ട് നേട്ടം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയക്കാർ ആണല്ലോ ഈ കോൺഗ്രസും ഈ NCPയും ഒക്കെ. അപ്പോൾ അതിനകത്തൊരു കളി കളിച്ചു. ഇത് എല്ലാ പാർട്ടിക്കും ഉണ്ട് പണത്തിൻ്റെ. പിന്നെ ഏറ്റവും കൂടുതൽ സാമ്പത്തികം ഉള്ള പാർട്ടി ഫണ്ടും സാമ്പത്തികമുള്ള സ്റ്റേറ്റുകളൊന്നാണല്ലോ, ഒന്ന് കർണാടക, ഒന്ന് മഹാരാഷ്ട്ര. അപ്പോൾ അത് നോക്കിയിരുന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒറ്റ കാര്യം ഇതേ ഉള്ളായിരുന്നു, 2.5 കൊല്ലം എന്നെ മുഖ്യമന്ത്രിയാക്കണം. അപ്പം അത് ആദ്യത്തെ പ്രാവശ്യം ബി.ജെ.പി ആയിക്കോ, 2ാമത്തെ പ്രാവശ്യമെങ്കിലും 2.5 കൊല്ലം ആക്കിയാൽ മതിയായിരുന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം അത് സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് 2.5 കൊല്ലം അല്ല 5 കൊല്ലവും മുഖ്യമന്ത്രിയായിട്ടിരുന്നു എന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസ് വരികയും അങ്ങനെ ഒരു സഖ്യം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ആ സഖ്യം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ബി.ജെ.പി പിളർത്തി വീണ്ടും ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ആ ഒരു സഖ്യത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരാൻ ഫഡ്നാവിസിന് കഴിഞ്ഞെങ്കിലും ആ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ആ രീതികൾക്കൊന്നും എനിക്കൊന്നും RSSനകത്ത് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്
വരെയും പോലും RSS കൃത്യമായിട്ട് അവിടുത്തെ രാഷ്ട്രീയത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിനകത്ത് ഈ പറഞ്ഞതുപോലെ 41 സീറ്റ് ആ സഖ്യത്തിനുള്ളതിനകത്തുനിന്ന് പുറകോട്ട് പോയി ഏതാണ്ട് 17 സീറ്റിലേക്ക് കൂപ്പുകുത്തി. ഇത് തന്നെയാണ് UP യിൽ സംഭവിച്ചത്. ഈ രണ്ട് സംസ്ഥാനങ്ങളായിരുന്നു BJPക്ക് ഏറ്റവും കൂടുതൽ ക്ഷീണം സംഭവിച്ചത്. അതിനുശേഷം ഫഡ്നാവിസ് പഴയ RSSകാരനൊക്കെ തന്നെ, ഫഡ്നാവിസ് RSSൻ്റെ പ്രോഡക്റ്റാണ്. അദ്ദേഹം ചെന്ന് RSSുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഉപദേശം തേടുകയും പിന്നെ RSS കാര്യാലയത്തിൽ നിന്ന് വരുന്ന കൃത്യമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാരാഷ്ട്രയിൽ 8 മാസം കൊണ്ട് അവിടുത്തെ പൊളിറ്റിക്സ് മുന്നോട്ട് കൊണ്ടുപോയത്. അതായത് യാതൊരു കാരണവശാലും വേറെ ആർക്കും തലവെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. സ്വന്തമായിട്ട് ഈ ഹരിയാനയിൽ പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് പാർട്ടി മത്സരിക്കാനും ഒറ്റയ്ക്ക് മത്സരിക്കാനും ഉള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. വേണ്ടി വന്നാൽ എല്ലാ സീറ്റിലും BJP മാത്രം മത്സരിക്കുന്ന രീതിയിലേക്ക് മറ്റ് ഘടകകക്ഷികൾക്കുമൊക്കെ ആഹ്വാനം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് പോവുക. അങ്ങനെ ആ രീതിയിൽ പോകുമ്പോൾ ഘടകകക്ഷികൾ വഴങ്ങിത്തരുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അവരുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് അവിടെ കണ്ടൊരു കാര്യമെന്ന് പറഞ്ഞാൽ അത് ഫഡ്നാവിസിൻ്റെ ഒരു പൊളിറ്റിക്സ് BJP കേവല ഭൂരിപക്ഷത്തിന് അപ്പുറമുള്ള സീറ്റിൽ മത്സരിക്കേണ്ടെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചായിരുന്നു എത്ര 140. അപ്പം ബാക്കിയുള്ളവർക്ക് കൂടെ ഒരു ആർജവമായി. കാരണം അവർക്കും ഈ പറഞ്ഞതുപോലെ കൂടുതൽ സീറ്റ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അവർക്ക് മുഖ്യമന്ത്രിയാവാൻ പറ്റുമല്ലോ. കേവല ഭൂരിപക്ഷത്തിന് അപ്പുറമുള്ള സീറ്റിൽ മത്സരിക്കുമ്പോഴാണല്ലോ കേവല ഭൂരിപക്ഷത്തിലേക്ക് BJP തന്നെ വരാൻ സാധ്യതയുണ്ടെന്ന് ഇലക്ഷന് മുമ്പേ തോന്നുമ്പോൾ വേണമെങ്കിൽ അതുകൊണ്ട് NCPയും അല്ലെങ്കിൽ ശിവസേനയും അവരും നല്ല കൃത്യമായിട്ട് അവിടെ ഇലക്ഷന് ജോലിയെടുക്കുകയും അല്ലെങ്കിൽ BJPയുടെ കൂടെ ആ സഖ്യം കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ അവിടെ അധികാരത്തിൽ വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ഫഡ്നാവിസിനെ മുഖ്യമന്ത്രിയാക്കുന്ന ഒരു രീതിയിലേക്കും അല്ലെങ്കിൽ ഘടകകക്ഷിയായിട്ടുള്ള അജിത് പവാറിനെയും ഉപമുഖ്യമന്ത്രിയും മറ്റേ ശിവസേനയുടെ യജ്ഞാഷിൻ്റെ ഉപമുഖ്യമന്ത്രിയായി പോകുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുന്നത്. അതായത് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിയുമോ? അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിയുമോ? ഷിൻഡയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് അവിടുത്തെ ഒരു ഇപ്പം നമ്മൾ സീറ്റ് നില പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതിൽ ഷിൻഡ പിണങ്ങിയാൽ എന്ത് പറ്റും? ഷിൻഡ പിണങ്ങിയാൽ ഉടനെ തന്നെ RSSൻ്റെ കെയർ ഓഫിൽ ഇപ്പോൾ 20 സീറ്റുള്ള ഉദ്ധവ് താക്കറെ വേണേൽ പാർട്ടിക്കകത്ത് ഉണ്ട്. 20 സീറ്റുള്ള ഉദ്ധവ് താക്കറെ പാർട്ടിക്കകത്ത് വന്നാൽ വേറൊരു ഗുണം കൂടിയുണ്ട്. അതിൻ്റെ നമ്മൾ മനസ്സിലാവും വല്ലാത്തൊരു പൊളിറ്റിക്സിലാണ് അവിടെ കിടക്കുന്നത്. കാരണം അവിടെ ഈ ഷിൻഡയ്ക്ക് പിണങ്ങി മാറാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. 20 വന്നു കഴിഞ്ഞാൽ MP എത്ര ഉണ്ടെന്നറിയാം. പക്ഷേ മറ്റേ ഇദ്ദേഹത്തിൻ്റെ 9 MP മാറുമ്പോൾ അപ്പുറത്ത് അതിൽ കൂടുതൽ MP ഇപ്പം ഉദ്ധവത്തിന് 7 അവിടെ 8 അപ്പോഴും ആ രീതിയിൽ കുഴപ്പം വരത്തില്ല. അപ്പം മാത്രവുമല്ല ഈ RSS ആഗ്രഹിക്കുന്ന ശിവസേന വീണ്ടും ഇതിൻ്റെ കൂടെ വരും. അല്ലെങ്കിൽ ബാൽ താക്കറയുടെ ശിവസേന വീണ്ടും വരും. ബാൽ താക്കറയുടെ ശിവസേന വീണ്ടും ഈ ശിവസേന ഇപ്പോൾ ഉദ്ധവിൻ്റെ കയ്യിലിരിക്കുകയാണെങ്കിലും അതിന് ക്ഷീണം പറ്റിയെങ്കിലും RSSൻ്റെ കൂടെയും BJPയുടെ കൂടെ വന്നാൽ വീണ്ടും പഴയ രീതിയിൽ തന്നെ ആ ശിവസേനയ്ക്ക് തിരിച്ചു വരാൻ സാധിക്കും. അപ്പം ഒരു ആർഗ്യുമെൻറ്റിന് പറ്റിയ ഒരു രീതിയിലേക്കുള്ളൊരു സീറ്റ് നിലയല്ല അവിടെ നിൽക്കുന്നത്. കാരണം ഈ പറയുമ്പം പ്രതിപക്ഷത്ത് വളരെ താഴെ പോയി. കാരണം കോൺഗ്രസിനായിട്ട് 16 സീറ്റും മറ്റേ 10 സീറ്റും ഒക്കെ ഉള്ളൂ. അവിടെ ഇനി പ്രതിപക്ഷ നേതാവിനെ ഒക്കത്തില്ല. പ്രതിപക്ഷ നേതാവ് ഒക്കത്തില്ലെന്ന് പറയാൻ കാരണം 20%, 10% വേണം. 10% വരുമ്പോൾ തന്നെ 25, 26, 28 സീറ്റും കണ്ടു വേണം. മനസ്സിലാവുന്നത് 28 സീറ്റ് ഉള്ള ഒരു ഒറ്റക്കക്ഷിയില്ല. അങ്ങനത്തെ ഒരു ഒറ്റക്കക്ഷി ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിപക്ഷ നേതാവിനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം ഇപ്പം ഈ പ്രാവശ്യം മഹാരാഷ്ട്രയിൽ ഏതാണ്ട് ഉണ്ടാകുന്ന ഒരവസ്ഥയല്ലേ ഉള്ളൂ. അതായത് കൃത്യമായ രീതിയിൽ RSSന് കളിക്കാൻ പറ്റുന്ന രീതിയിൽ നാളെ കാലത്തെ ലോകസഭയിൽ ഈ ഒരുപക്ഷെ ഉദ്ധവ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇലക്ഷന് മുമ്പ് തന്നെ പല ചർച്ചകളും നടന്നപ്പോൾ ഈ ഉദ്ധവ് ചർച്ചയ്ക്ക് വഴങ്ങാതിരിക്കുക അല്ലെങ്കിൽ സംസാരിക്കുകയും കൃത്യമായ തീരുമാനം എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പം ഉദ്ധവിനൊക്കെ തിരിച്ചു വന്നേ മതിയാവൂ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം ഒരിക്കലും നമുക്ക് മനസ്സിലാകുമ്പം ഈ ശിവസേന അണികൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ഒരവസ്ഥയില്ല. കാരണം അത് കഴിഞ്ഞ പ്രാവശ്യം പറ്റിപ്പോയെങ്കിലും അവർക്കതിന് താല്പര്യമില്ല. കാരണം മേളത്തെ നേതാക്കന്മാർ മാത്രമേ ഒന്നിക്കാൻ സാധ്യതയുള്ളൂ. കാരണം അവർക്ക് കോൺഗ്രസ് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ശിവസേനയുടെ അണികളും പ്രവർത്തകരും തങ്ങൾക്കായി പ്രവർത്തിച്ചില്ലെന്നും വോട്ട് ചെയ്തില്ലെന്നും ഈ കോൺഗ്രസിന്റെ ചുമതല ഉണ്ടായിരുന്ന ഒരു കർണാടകയിൽ നിന്നുള്ള ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു പരമേശ്വര, അദ്ദേഹം വിമർശനം ഉന്നയിച്ചു. എന്ന് പറഞ്ഞാൽ ശിവസേന തങ്ങളെ തേച്ചതായി ലിങ്ക് ആവത്തില്ല. കാരണം മാത്രം അവരുടെ മനസ്സിലിരിക്കുന്ന ദേശീയതയും അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വവും ഒക്കെ അതിനെ കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗമായിട്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ കൂടെ ലിങ്ക് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് പോകാൻ സാധ്യതയില്ല. കാരണം ഇത് തന്നെ ഒരു പ്രാവശ്യം UP സംഭവിച്ചായിരുന്നു. UP ഈ കഴിഞ്ഞതിന് മുമ്പിലത്തെ പ്രാവശ്യം ഈ SP BSP എല്ലാം കൂടെ ഒന്നിച്ച് നിന്നപ്പം BSP
നേതാക്കന്മാരൊന്നിച്ചു. പക്ഷേ അവിടെ ഈ പറയുന്ന പോലെ ഈ SP-യുടെ യാദവന്മാരും BSPയുടെ ദളിതന്മാരും ഒക്കത്തില്ല. മേലി നേതാക്കന്മാരൊത്തു, താഴെ പക്ഷേ അവർ യാതൊരു കാരണവശാലും വോട്ട് ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. എന്നാൽ അങ്ങനെയാണ് അവിടുത്തെ അന്നത്തെ ആ ഇക്വേഷൻ തെറ്റിപ്പോയി. അതേ അവസ്ഥയിൽ തന്നെ മഹാരാഷ്ട്രയിൽ വരും. അതായത് RSS പറയുന്ന ലൈനിലേക്ക് ഫഡ്നാവിസ് RSSകാരനാണെങ്കിൽ തന്നെയും അദ്ദേഹം അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, അദ്ദേഹത്തിൻ്റെ അധികാരമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതിയിലേക്ക് അവിടെ സംവിധാനത്തെയും അല്ലെങ്കിൽ RSS പണ്ട് പോലെ പടുത്തുയർത്തിയ ചില ഇക്വേഷൻസും ഒക്കെ തെറ്റിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെ അദ്ദേഹത്തിന് പതനം സംഭവിക്കുകയും വീണ്ടും RSSൻ്റെ ഭാഗമായിട്ട് നിന്നപ്പോൾ വളരെ വലിയ വിജയം, കാരണം ആർക്കും തടുക്കാൻ പറ്റാത്ത ഒരു വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാനും ഒക്കെ സാധിച്ചു. അതായത് 2025-ലാണ് 100ാം വാർഷികം. ആ 100ാം വാർഷികത്തിന് മുമ്പേ അവിടെ പ്രതിപക്ഷ പാർട്ടികളല്ലാതെ കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി ഒരു BJP സംവിധാനത്തിലുള്ള ഗവൺമെൻറ് വരണമെന്ന് RSS ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതവർ നടപ്പാക്കുകയും ചെയ്തു. കാരണം ആഘോഷങ്ങൾ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. വളരെ ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന 100ാം ജന്മദിനത്തിൻ്റെ ആഘോഷമാണ് നടക്കാൻ പോകുന്നത്. അതായത് ഫഡ്നാവിസിനെ ഒരു രീതിയിൽ നമ്മൾക്ക് പറഞ്ഞാൽ RSSൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ RSS വളർത്തിയെടുത്തുകൊണ്ട് വന്ന ഫഡ്നാവിസ് ഇടയ്ക്കൊന്ന് വഴിപിഴച്ചപ്പോൾ വീണ്ടും RSSൻ്റെ വരുതിക്ക് കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഫഡ്നാവിസിന് മനസ്സിലായി RSSനപ്പുറം ഒന്നും ആർക്കും സാധിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.